പിന്നെ നമ്മളെ ബ്രേസിൽ ബോർണെ എടുത്തിട്ട് എയറിലാക്കിയല്ലോ. എന്താണ് ഓക്കെ, ഇതില് അൽഫോൻസ് പുത്രൻ ഉണ്ട് എന്നൊക്കെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. വാ എനിക്കറിയില്ല, ഞെട്ടിയത് പോലെ അഭിനയിക്കുന്നത് കണ്ടു. ആശിർ 3 കാണണമെന്ന് പറയാം, രാവിലെ ഉച്ചക്ക് വൈകിട്ട്. നിങ്ങൾ ക്യാമറ പിടിച്ചിരിക്കുമ്പോ എന്തെങ്കിലും പേര് കൊടുക്കുന്നത് നോട്ടീസ് സ്റ്റാർ, അങ്ങനെ കുറെ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഏത് സ്റ്റാർ ആയിട്ട് വരിക ബേസിൽ ഓരോ ഓഡിയൻസ് കാണുന്ന പോലെ. വാഴ 2 കുറിച്ചിട്ട് മീഡിയ ടീം കുറച്ച് ബാക്ക് കൊടുക്കോ പ്ലീസ്, കുറച്ച് ബാക്ക് കൊടുക്കോ. ഒന്ന് പറയുന്നത് കുറച്ച് ബാക്ക് കൊടുക്കുന്നത് പ്ലീസ്. ഒന്ന് ബാക്ക് കൊടുക്കും ബ്രോ, അവിടെ ഒന്ന് ബാക്ക് കൊടുക്കുന്നത്, കുറച്ച് ബാക്ക് കൊടുക്കുന്നത് ബ്രോ. ഒന്ന് ഇറങ്ങും ബ്രോ പ്ലീസ്, ഒന്ന് സാഹചര്യം മനസ്സിലാക്കുന്നത് പ്ലീസ്. ഇറങ്ങി ഒന്ന് ഇറങ്ങും ബ്രോ, ഒന്ന് ഇറങ്ങും ബ്രോ, ഒന്ന് ഇറങ്ങി. നമ്മളൊക്കെ കറക്റ്റ് ജസ്റ്റ് പേര് 3 പേരും കൂടി വാഴ വിശേഷങ്ങൾ എന്താണ് പറയാനുള്ളത്? വാഴ 2 പറയൂ. കുറച്ച് ഒരു ഗ്യാപ്പ് കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 8 മണിക്ക് തന്നെ ഞാൻ 8 മണിക്ക് വന്നതാ. അല്ല അങ്ങനെ അറിഞ്ഞു. ഒന്ന് സൈഡിലേക്ക് അതെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കയ്യിന്ന് പോയോ നിങ്ങൾ ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങുന്നത്. സാവിനോട് മണിക്കൂറായി ഇതൊക്കെ വന്നിട്ട് ഇപ്പൊ വന്നല്ലോ. മൊത്തം പാടാന്നല്ല ഒരു വഴിച്ചിറക്കി പറയണ്ട. എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടേ പോവുക. പക്ഷേ 10 മിനിറ്റ് ഹരിത ഇല്ലു നിങ്ങളെപ്പോ വന്നു? എവിടെ ആയിരുന്നു? അന്റെ
അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അക്ഷയ് അതെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങുന്നത്. കുറച്ച് ബാക്ക് പ്ലീസ് 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 കുറച്ച് അവർ ഗ്രൂപ്പ് ഫോട്ടോ പ്ലീസ് സൂര്യനെ ഇങ്ങോട്ട് വെച്ചു. പേജിന്റെ വണ്ടിയിൽ കണ്ടത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഷുഗർ കഴിക്കില്ല ഷുഗർ കഴിക്കില്ല സാജിബവിടെ ആശോട്ട് ശരിയായില്ല. ആ അങ്ങോട്ട് ഞാൻ കഴിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കുന്നു. കഴിച്ചോ? നിങ്ങൾ അതിനകത്ത് നിങ്ങള് പെട്ടതല്ല ആരെ ഗുരുവായൂർ ഇതിൽ കൊടുത്തോന്നൊക്കെ ചോദിക്കും. അപ്പൊ സുജുട്ടാ സുജേട്ടാ രണ്ട് വാക്ക് ആശ്രം ടീമിന്റെ പരിപാടികളാണ്. അതുകൊണ്ട് ആശ്രം മാനേജ്മെന്റ് എല്ലാവരും ഉണ്ട്. അമരത് പൊളിക്കും, നല്ല വിശ്വാസമുണ്ട്. നമുക്കെല്ലാവരും അറിയുന്നല്ലോ, അവരെ അറിയാലോ. ഇല്ല ഉപദേശം വല്ലതും കൊടുത്തോ? കേട്ടില്ല. വാഴ ഫസ്റ്റിലെ ആൾക്കാര് 2-ലെ ആൾക്കാർക്ക് ഉപദേശം വല്ലതും കൊടുത്തോ? ഒരാവശ്യമില്ലല്ലോ. ഡയറക്ടർ ഉണ്ട്. അവര് അല്ല സീനിയർ വാഴ ജൂനിയർ തമ്മിൽ ഒരു കോമ്പിനേഷൻ ജൂനിയർ ഒന്നുമില്ല. ഇത് വാഴ ടു അടുത്തെടുത്ത് അവര് അടുത്ത വാഴകൾ അത്രേ ഉള്ളൂ. അതായത് സീനിയർ ജൂനിയർ ഒന്നുമില്ല. അടിപൊളിയാവട്ടെ. പഴയ വാഴ എന്നതിൽ പുതിയ വാഴമാർക്ക് എന്തെങ്കിലും ഉപദേശം എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെ ഇല്ല. ഡയറക്ടർ ഉണ്ടല്ലോ ഉപദേശം കൊടുക്കാൻ. ഡയറക്ടർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാരും കൊടുത്തോളൂ. സെറ്റ് ആയിരിക്കും. അടിപൊളിയാവും. ആശിറിനോട് മരണവാസം കാണാൻ ക്ഷണിച്ച ഇല്ലില്ല. ആശിറുണ്ട്. അവനൊക്കെ വിളിക്ക് ക്ഷണിക്കും. ആശിറിനെ കിട്ടുമ്പോ പിടിക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു എല്ലാവരും. 10-ാം തീയതി പടം ഇറങ്ങുമല്ലേ? അതെ 10-ാം തീയതി മരണമാസം ഇറങ്ങാണ്. മരണമാസം മാത്രമല്ല, ആലപ്പുഴ ജിങ്കാനുണ്ട്, ബസ്സൊക്കെ ഉണ്ട്. എല്ലാവരും എല്ലാ പടങ്ങളും കാണുക. 2025 ഏറ്റവും വലിയ ക്ലാഷാണ്. 2025 ഏറ്റവും വലിയ ക്ലാഷാണ്. അങ്ങനൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാ പടങ്ങളും എല്ലാവരും പോയി കാണുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പം പറയുക. ഓക്കെ ഓക്കെ, താങ്ക് യു. നീലക്കുരിച്ച് ആശ്വറെ രണ്ട് വാക്ക് വാഴത്തൂനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറ. ആദ്യത്തെ നായകനായിട്ടുള്ള ഒരു പടത്തിന് പൂജ കഴിഞ്ഞു. എന്താണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഓക്കെ, ഈ ചേട്ടാ പടം ഇറങ്ങാനുണ്ട്. അതും അടിപൊളിയാണ്. ഏത് പടം ആദ്യം കാണാം? നമുക്കിനോടാണോ?
ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് എന്ത് കാലം 4 കാലിലെ വീഴുള്ളൂ തന്നെ. ബ്രോ ജോമോൻ ബ്രോ പറയൂ, 2 വാക്ക് പറയൂ. പഴയ ടൂവിലുണ്ട്. ജോമോന്റെ ടേൺ. ആ പറഞ്ഞോ, 2 വാക്ക് വാഴ 2 കുറിച്ചിട്ട്. മരണമാസം ഇന്റർവ്യൂ വിളിച്ചല്ലോ, അലക്കി വിളിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇന്റർവ്യൂല് പിന്നെ നമ്മളെ ബ്രേസിൽ ബോർനെ എടുത്തിട്ട് എയറിലാക്കിയല്ലോ. എന്താണ് ഇങ്ങനെ ഞങ്ങളിപ്പോ എന്നെ ഇങ്ങോട്ട് ആക്കാറുണ്ട്, അങ്ങോട്ട് ആക്കാറുണ്ട്. അല്ല, ഇത് പുള്ളി സൈഡായി പോയി. സൈഡൊന്നും അല്ല, ബേസിൽ ബോർഡ് കുറെ രഹസ്യങ്ങളൊക്കെ പുറത്തായി കേട്ടു. മറ്റേ ഷൂവിന്റെമായി ബന്ധപ്പെട്ട കുറച്ച് രഹസ്യം എല്ലാവർക്കും അറിയുന്ന മനഃപൂർവ്വം അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കൊടുക്കാറുണ്ട് ഷൂ. അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. ഞാൻ അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ബേസിലായിട്ടും ചെയ്തപ്പോൾ ഞങ്ങൾ ചുമ്മാ കളിയാക്കിയെന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചാലും കിട്ടും. ബേസിൽ ബ്രോ ഉപയോഗിച്ച ഷൂ ഞങ്ങൾ ചോദിച്ചാലും കിട്ടും. കേട്ടില്ല. ബേസിൽ ബ്രോ ഉപയോഗിച്ച ഷൂ ഞങ്ങൾ ചോദിച്ചാലും കിട്ടും. അതൊന്നും എനിക്കറിയാം, നിങ്ങൾ ബ്രോ ജസ്റ്റ് എന്താണ് വാഴ 2-നെ കുറിച്ച് പറയാനുള്ളത്? എല്ലാരും പറഞ്ഞതാണ്. വാഴ 2-ല് ലീഡായിട്ടാണ് വരുന്നത്. പുതിയ വിശേഷങ്ങൾ. നല്ല വിശേഷം. 2 വാക്ക് വാഴ 2-നെ കുറിച്ചൊന്ന് പറയൂ. വാഴ 2 നമ്മളതിലുണ്ടോ നമുക്കറിയില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അത് ട്രോളാക്കും. നമ്മോട് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറഞ്ഞേ, ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ സീനിയർ വാഴ എന്നതിൽ ജൂനിയർ വാഴമാർക്ക് 2 ഉപദേശങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? നമ്മളെന്ത് ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല. വിപിൻ ചേട്ടൻ എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നുള്ളത്. നമുക്കൊന്നും അറിഞ്ഞൂടാ, നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല പുള്ളി. പ്രിപ്പയർ ആയിക്കോന്ന് പറഞ്ഞേ, വേറെ ഒന്നും പറയുന്നില്ല. പുതിയ പടങ്ങൾ എന്തെങ്കിലും? പുതിയത് പടക്കളം ഇറങ്ങാനുണ്ട്, ഫ്രൈഡേയുടെ. പിന്നെ ഫാർമ ഇറങ്ങാനുണ്ട്. ഇത് 2 ഇറങ്ങാനുള്ളൂ. ഉണ്ട്. ബാക്കി വാഴയ്ക്ക് ശേഷം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? വാഴയ്ക്ക് ശേഷം മാറ്റങ്ങൾ ഇല്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കുറച്ച് കഥ കിട്ടി, വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ. ഇതിൽ അൽഫോൺസ് പുത്രൻ ഉണ്ട് എന്നൊക്കെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. വാ കാര്യമായിട്ട് എനിക്കറിയില്ല. ഞെട്ടിയത് പോലെ അഭിനയിക്കുന്നത് കണ്ടു. അല്ല, കാര്യമായിട്ട് എനിക്കറിയില്ല. നാച്ചുറലായിരുന്നു. ഞാൻ കേൾക്കുന്നുണ്ടെന്നുള്ളൂ, എനിക്കറിയില്ല. കേട്ടിരുന്നില്ലേ? കേട്ടായിരുന്നു. ഏപ്രിൽ 10-ന് ഏത് പടം കാണാൻ ഉദ്ദേശിക്കുന്നത്? 3 പടമുണ്ട്. 3 കാണുന്നതാണ്. 3 കാണണം. ആദ്യം ഏത് കാണും? ആദ്യം ഞങ്ങളുടെ സിജുവിന്റെ മരണമാസ്. ബേസിൽ ബ്രോ അല്ല, ഒരു ദിവസം തന്നെ കാണാലോ 2 പടമൊക്കെ. 3 കാണാം. ജിംഖാനെ കാണണമെന്നുണ്ട്. ആശിർ 3 കാണണമെന്ന് പറയാം, രാവിലെ ഉച്ചക്ക് വൈകിട്ട്. നിങ്ങൾ ക്യാമറ പിടിച്ചിരിക്കുമ്പോ എന്തെങ്കിലും കാണില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലേ? ആശിറിനൊക്കെ പണിയുണ്ട് 10-ാം തീയതി ഷൂട്ടിന് അങ്ങനെ. ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ. സന്തോഷം. അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റും. താങ്ക് യു. ബ്രോ ജസ്റ്റ് നിൽക്കൂ. ബ്രോ പറയൂ, എന്താണ് 2 വാക്ക് പറയൂ വാഴ 2-നെ കുറിച്ച്. സന്തോഷമുണ്ട്. അപ്പോൾ തുടങ്ങണം. എന്നാണ് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യണത്? മുഴുനീള ക്യാരക്ടർ തന്നെയാണോ? നായകന്മാരല്ലേ? 4 പേര് തകർക്കാനുള്ള പരിപാടിയാണ് വാഴ 2-ല്. തകർക്കണം. ഈ അൽഫോൺസ് പുത്രന്റെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടോ? അറിയില്ല. ഓക്കെ, ശരി. അപ്പോൾ 10-ാം തീയതി എന്തായാലും പൊളിക്കണം. ഓക്കെ.
മീനാക്ഷി സീരിയസ് ആയിട്ട് ജസ്റ്റ് നിൽക്കൂ. ആ പറയൂ രണ്ട് വാക്ക് വാഴറ്റൂര് പറയൂ 2 വാക്ക്. ഓക്കെ, എന്താ പറയാ, ആ പൂജ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ് നമ്മളുടെ പൂജ കഴിഞ്ഞു. ആ പൂജ കഴിഞ്ഞു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വാഴ 2. എല്ലാവരും എന്നാണ് എന്നാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് അന്വേഷിച്ചിട്ട് മതിയല്ലേ ഡേറ്റ്. ബേസിൽ ഏറെ കെട്ടിയ പോലെ പുള്ളിനെ ഏറെ കെട്ടാനാണ് ഇപ്പൊ ഈ ഫാമിലി സ്റ്റാർ മരണമാസം ഇറങ്ങിയതിനു ശേഷം സൈക്കോ സ്റ്റാർ ആവോ? ഒരിക്കലില്ല. വേറെ നമ്മുടെ ബേസിലാണ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള പരിപാടികളൊക്കെ എല്ലാരും മരണമാസം ഏപ്രിൽ 10 അല്ല, ഏത് സിനിമ ഞങ്ങൾ ടോസ് ഇട്ട് കാണുന്ന അവസ്ഥയാ. എല്ലാ പടങ്ങളും കാണാം, എല്ലാ പടങ്ങളും കാണാം. സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ പടം പോയി കാണാം. 3 പടം, അന്ന് 3 പടം എല്ലാം കാണാം. നീ ഏത് പടം കാണുന്നത്? ഇവനെ മാറ്റി എല്ലാവരും എല്ലാ പടങ്ങളും കാണുക. കാരണം അടിപൊളിയാകണം മലയാള സിനിമ. അതെ, ഇൻഡസ്ട്രി വളരെ ഇതിലൊരു പോസ്റ്ററിൽ മറ്റേ വിജയുടെ റെഫറൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, മെർസലീത്ത്. അതെന്താണ്? അത് ബേസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്റ്റാർ പരിവേഷമാണോ? അല്ല, ഒരു വിജയ് ഫാൻ അങ്ങനെ പക്ഷേ പുള്ളി ഇതുള്ളതാണ്. അതിൽ കുറെ സ്റ്റാർസിന്റെ പേര് കൊടുക്കുന്നുണ്ട്, നോട്ടീസ് സ്റ്റാർ, അങ്ങനെ കുറെ. ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഏത് സ്റ്റാർ ആയിട്ട് വരിക ബേസിൽ? അത് ഓരോ ഓഡിയൻസ് കാണുന്ന പോലെ ഉജ്ജലിന്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. പ്രതീക്ഷയുള്ള ടീമുമാരൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി നൈസാവും എല്ലാം. ഓക്കെ, താങ്ക് യു. ചേട്ടാ 2 വാക്ക് വാഴ 2നെ കുറിച്ചിട്ട്. അല്ല, ഈ സീനിയർ സീനിയർ വാഴ എന്ന നിലയിൽ ജൂനിയർ വാഴമാർക്ക് എന്തെങ്കിലും ഉപദേശമൊക്കെ എന്തെങ്കിലും കൊടുത്താ? നന്നായിട്ട് പഠിച്ച് ജീവിച്ച് ക്യാമറ കൊണ്ട് നടക്കാതെ
പിന്നെ നിന്റെ വലിയ പോണത്തിലും നീ ഇല്ലായിരുന്നല്ലോ ഒന്ന് എവിടെ ഞാനന്ന് ഞാൻ വീഡിയോ എടാ 4 എനിക്ക്